നമ്മളിന്ന് ഇവമോളെയും കൂട്ടിയിട്ട് ഒരു ടീ ഡേറ്റിംഗ് എന്നൊക്കെ പറയാൻ പോവുകയാണ്. എവിടേക്കില്ല, നമ്മൾ വെള്ളിയാഴ്ചക്കാണ് പോണത്. അപ്പോൾ ഇവമോളും അവളുടെ പപ്പ മാച്ചൊരുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ മഴ ചാറുന്നുണ്ട്. സമയം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂട്ടിമ്മ പോകാൻ വെച്ചിട്ടാണ്. സ്കൂട്ടിമ്മലായതുകൊണ്ട് അനുമോൾക്കൊന്നും വരാൻ പറ്റത്തുള്ള. പക്ഷെ നമ്മൾ കാറൊരു ദിവസം വരും അല്ലേ, നമ്മൾ പോകും. കാറൊരു ദിവസം ഒന്ന് പോകും. അത് പെട്ടെന്നായതുകൊണ്ട് നമ്മളങ്ങനെ പോവുകയാണ്. തേങ്ങ വീണ് അപ്പുറത്തെ പറമ്പിൽ. അപ്പം മഴയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മനസ്സിൽ പോലെ ഒന്നും ഞങ്ങൾ പോലേന്നാവും. എന്തിനീ? അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ചോൾക്ക് ഫേവറേറ്റുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓടിച്ചുകൊണ്ട് തിന്നാളെ. പൊരിക്കടിയിൽ എനിക്കിഷ്ടം. ഉമ്മ മേടിച്ചു പുതിയ കമ്പാവും. അപ്പോൾ ഗോൾഡ് ഇടാറില്ല, ഫാൻസിയാണ് ഇഷ്ടം. ഞാൻ പിന്നെ മേക്കപ്പ് ഒന്നും ഇടാറില്ല, ജസ്റ്റ് ഐലൈനർ, ലിപ്സ്റ്റിക്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മഴ കുറഞ്ഞതുകൊണ്ട് പോവാൻ നോക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ എന്തിനാ പോണത്? ടീ ഡേറ്റിംഗ്. ഓളെന്നെ നോക്കിച്ചിരിക്കുന്നു. നമുക്ക് മനസ്സിലായി ഞങ്ങൾ എവിടേക്ക് പോവാണ്. ഉണ്ടാതിരിക്കും. സ്കൂട്ടിയിൽ യാത്ര ചെയ്തതുകൊണ്ട് ഇവമോൾക്ക് അത് നല്ല റിസ്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സെൻട്രലിൽ ഇരുത്തിയിട്ട് ഷോൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ലോണം കാറ്റ് വീശണ്ടെന്ന് കരുതിയിട്ടാട്ടോ. പക്ഷെ അവൾ ഓക്കെ ആയിരുന്നു. അവൾ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ കിടന്നുറങ്ങി. വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ കിടന്നുറങ്ങി. പിന്നെ ഞാനും ഇക്കും കൂടെ നല്ല തള്ളും തള്ളി വണ്ടി നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇക്കൊക്കെ ഇങ്ങനെ വീക്കെൻഡ് ഡേയ്സിൽ ഓഫ് ഡേയ്സിലൊക്കെ ലീവ് കിട്ടുമ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒന്നും കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വാങ്ങാനോ ഒന്നും ആഗ്രഹിച്ചിട്ടാവില്ല. ജസ്റ്റ് ഈ വ്യൂസും അതുപോലെ ഈ ഒരു ക്ലൈമറ്റും ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കറങ്ങും. അത് എപ്പോഴൊന്നുമില്ല, ഞങ്ങൾക്കല്ല, എനിക്കങ്ങനെ തോന്നണം. കാരണം ഞാനിങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ കൂടുതലായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരാറുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്ന ഹസ്ബൻഡ് ആയതുകൊണ്ടായിരിക്കാം, എല്ലാത്തിനും കൂട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അൽഹംദുലില്ലാ അത്യാവശ്യം എന്താ പറയുക, നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഓരോ കാര്യങ്ങൾക്കും ചെയ്യുന്ന ഹസ്ബൻഡ് ആയതുകൊണ്ടാണ്. അൽഹംദുലില്ലാ, എന്നെ പഠിച്ചവനോട് ശുക്രുണ്ട്. അങ്ങനെ ഉന്തിയും തള്ളിയും വർത്താനം പറഞ്ഞ് ഞങ്ങളങ്ങനെ വെള്ളിയാങ്കല്ലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു വൈബായിരുന്നു. അവൾ എപ്പോഴും കിടന്ന് ഉറങ്ങുമായിരുന്നു. അവളിതൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ വണ്ടിയിൽ ഇരുന്നപ്പോൾ തൊട്ടേ അവൾ ഉറങ്ങുമായിരുന്നു. പാലത്തിൽ കണ്ട് കടന്നപ്പോൾ കണ്ട ആ വ്യൂ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആയിരുന്നു. ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ആ വ്യൂ അങ്ങോട്ട് ലയിക്കാൻ തുടങ്ങി. വീഡിയോ എടുക്കണോ വേണ്ടത് തന്നെ അറിയിച്ചിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഒരു സൺസെറ്റും ക്രിംസണൊക്കെ പാടെ അടങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. സത്യത്തിൽ ഫോണിൽ കാണുന്നേക്കാളും അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വന്നത് ഒരു നാച്ചുറൽ ലവർ ആയതുകൊണ്ട് മുപ്പരാൾ ഫുൾ ഇതിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാവ് തൊള്ളൊക്കെ റെസ്റ്റ് ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് നോക്ക് അവിടെ അതാ കിടി പറഞ്ഞു, അവിടെ അതത് പറഞ്ഞു പറഞ്ഞിട്ട്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള നാച്ചുറലുള്ള വൈബ് കാര്യങ്ങൾ. നാച്ചുറൽ ലവറാണ്, അത്രയൊക്കെ പറയാനുള്ളൂ, നാച്ചുറൽ ലവറാണ്. പിന്നെ ഒരു സൈഡിൽ ഷട്ടറും കൂടെ തുറന്നിട്ടുള്ള ആ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോൾ ഒന്നും കൂടെ ഇങ്ങോട്ട് വൈബായി. പിന്നെ എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് കാണണം, ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം, തന്നെയായിരുന്നു മനസ്സിൽ.
സാധാരണ ഒഴിവുള്ള ദിവസങ്ങളൊക്കെ വെള്ളിയാങ്കല്ല് പാർക്കിലും മറ്റുമായിട്ട് ഭയങ്കര തിരക്കാണ് ഉണ്ടാവാറ്. ഒന്ന് നിന്ന് തിരിയാനോ കാലെടുത്ത് വെക്കാനോ കൂടി പറ്റാത്തത്ര തിരക്കുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഈ ഒരു ദിവസം ഞങ്ങൾ പോയപ്പോൾ കുറവായിരുന്നു തിരക്കൊക്കെ. പറയത്തക്കവണ്ണം തിരക്കില്ല, സാധാരണ കാണുന്നതിനേക്കാളും തിരക്ക് കുറവായിരുന്നു. ഇനി സമയം ഞങ്ങൾ പോയപ്പോൾ ഒരു 5 മണി ആയിക്കണില്ല. ഈ സമയത്തൊക്കെ നല്ല തിരക്ക് കണ്ടതാണ്, സമയത്ത് തിരക്കായിട്ടുള്ളൂ. നിങ്ങൾ അതിനെ നീട്ടിക്കാണെന്ന് പറയല്ലേ. നല്ല പാർക്കിൽ ഞങ്ങൾ കയറിയിട്ടുള്ള പാർക്കിൽ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. ക്യാമറയ്ക്ക് കുറച്ച് ഫ്ലെയർ കൂടുതലാണ്. സൈഡിൽ ഉറങ്ങാം. ക്യാമറയിൽ നോക്കി കുറച്ച് പോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടില്ല എന്നെനിക്ക് സമാധാനം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സെൽഫി മോഡാകുമ്പോൾ. പിന്നെ സെൽഫി മോഡിൽ എടുക്കാൻ പറ്റിയ ക്യാമറ അല്ല എൻ്റെ കയ്യിലുള്ളത്. ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ എനിക്കുള്ള സ്ക്രാച്ച് എന്നൊക്കെ വീണിട്ട് ഞങ്ങൾ പാർക്കിലൊന്നും കയറിയില്ല. കാരണം പാർക്കിൽ വെറുതെ കയറാൻ വേണ്ടി കളിക്കാൻ പ്രായമുള്ള മോളല്ലല്ലോ ഇപ്പോൾ. ഞങ്ങൾ വിചാരിച്ച് ഫുഡ് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ ഫുഡൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ലേറ്റായിട്ട് കഴിക്കാന്നുള്ളത്. അപ്പോൾ ഈ ഷവർമ്മയുടെ സ്പോട്ട് കണ്ടിരുന്നു. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇക്കാര്യം ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ റോളിനെ വീണ്ടും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയായിരുന്നു. ചിക്കൻ റോളല്ല, ഷവർമ്മ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവരുടെ മൊഹിറ്റോ കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനിയും ഞാൻ പോവുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഇനി അവിടുന്ന് ട്രൈ ചെയ്യും. പിന്നെ ഞാൻ അനുമോൾക്ക് പാർസൽ വാങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് ഒന്ന് ഇരുന്ന് കാണണേ. ഇതുവരെ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്തെന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അവിടെ ഞാനതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ടേണിങ്ങിലൊരു ടീ പോട്ടോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഒരു കായ ബജിയും അതിക്കൊരു ചായയും മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും മോളെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉണർത്തിയിട്ടായിരുന്നു ഇക്കാക്ക് പിന്നെ സമാധാനം ഉണ്ടായിരുന്നത്. ചായ ഇങ്ങനെ കുടിച്ചിരിക്കണ നേരത്തോട്ടോ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഒരു മഴ പെയ്തു. അതായത് പെട്ടെന്ന് മഴ പെയ്തു, അതുപോലെ അത് അങ്ങോട്ട് പോയി. വലിയ മഴ ഒന്നും പറയാൻ വേണ്ടിയില്ല, ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഒരു ചാറ്റൽ മഴ ഒന്നും പറയാൻ വയ്യ, എന്നാൽ നല്ല മഴ ഉണ്ടെന്നും പറയാൻ വയ്യ, അങ്ങനെ ഒരു മഴ പെയ്തു. ചായപ്പൊടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഒരു വ്യൂവും കാര്യങ്ങളും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് കാണാതെ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോയല്ലേ, ഇത് കാണാനായിട്ടല്ല മെയിനായിട്ട് വന്നത്. സംഭവം എന്താ പറയുക, വൈകുന്നേരം ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഞാൻ വെള്ളിയാങ്കല്ല് ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യണേ. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടൊരു വ്യൂ വേറെ ഇല്ല. ഒന്നാമതല്ല അടിപൊളി ക്രിംസൺ സൈറ്റും ആ ഒരു എന്താ പറയുക, എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും ഇവമോടും അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളൊരു അരമണിക്കൂറോളം അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഇളം കാറ്റും ഒക്കെ പാടായിട്ട് ഇങ്ങനെ ആ നേരത്ത് പോയതിന് കാര്യം ഉണ്ടായെന്ന് തോന്നിപ്പോയൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടത്. പിന്നെ കൂടുതൽ നേരം ഞങ്ങളവിടെ നിന്നില്ല, നല്ല മഴ വരും മുന്നേ വീട്ടിലേക്ക് എത്താനുള്ള പ്ലാനായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.